ഹലോ ഗായ്സ്, നമ്മളെ വൺ ബ്ലോക്കിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നാളെയാണ് വിഷു ഗൈസ്. എല്ലാവർക്കും പിന്നെയും വിഷു ആശംസകൾ. പിന്നെ നിങ്ങൾക്ക് ഈ റൂമിൽ ഓഫ് ക്യാമറയിൽ ഇതുപോലെ ആക്കി, ഇവിടെ കുറേ ഡിസ്പെൻസർ, അതിനകത്ത് കുറേ ഏരമൊക്കെ വെച്ചു. വെറുതെ എനിക്ക് എന്നെ അടിച്ച് കൊല്ലാന്നില്ല, എന്നാലും എന്തെങ്കിലും സോംബിയായിട്ട് വന്ന ഒരു രസത്തിന് ബട്ടൺ നീക്കിയിട്ട് എനിക്ക് അതിൻ്റെ തലക്കന്നെ കൊള്ളും. ഇവിടെ കുറേ വൈനൊക്കെ തൂക്കിയിട്ട് ലാൻഡും വെച്ചു. റൂമിൻ്റെ ഉൾഭാഗമൊക്കെ റെഡിയായി. ഇനി പുറത്തേക്കൂടെ ഇങ്ങനെ ഗ്രാസ് വെക്കണം. നമുക്ക് എപ്പോഴത്തെ പോലെ പൂ മൈൻഡ് ചെയ്യാം. ജംഗിൾ ബയൊന്നും മാറിയില്ല. ഞാൻ ഓഫ് ക്യാമറയിലും കുറേ മൈൻഡ് ചെയ്തു, പക്ഷെ മാറിയില്ല. ഒരുപാട് ഇതിന് മുമ്പേ ഒരു ടെസ്റ്റ് കിട്ടി. അതിൽ ഇതുപോലെ തന്നെ ലൂട്ട്, പക്ഷേ ഈ ഗോൾഡിൻ്റെ സ്ഥലത്തൊക്കെ അയണായിരുന്നു. ബാക്കിയെല്ലാം അതേ ഓർഡറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഫ്ലവറൊക്കെ എടുക്കാം. ഇതൊക്കെ എടുക്കാം. അതിൻ്റെ മേലുള്ള സാധനങ്ങളും എടുത്തിട്ട് ജസ്റ്റ് പൊളിക്കാം. എനിക്കിത് നമുക്ക് തെറ്റിലാക്കാം. ഈ ചെസ്റ്റ് എല്ലാം നിറഞ്ഞു. എൻ്റെ കയ്യിൽ ചെസ്റ്റ് ഉണ്ട്. ഇവിടത്തേക്ക് ഇനിയും ചെസ്റ്റ് വെക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം. ഏരോ അതിൻ്റെ അകത്തേക്ക് വെക്കണം ഗൈസ്. എനിക്ക് വലിയ ജംഗിൾ ട്രീ നട്ടാലോ? ഇവിടെ നടാം. അല്ലേ വേണ്ട, ഈ ബക്ക് വേണ്ട, ഉള്ളോട്ട് നടാം. ഇവിടെ നടാം. ഇപ്പം തന്നെ ബോൺ മീൽ ചെയ്താലോ? ബോൺ മീലൊക്കെ ഒരുപാടുണ്ട് കയ്യിൽ. 1 2 3 4 5 6 7 8 9 10. ബാമ്പു എടുത്തില്ലോന്നോ? ബാമ്പുള്ളോണ്ടായിരിക്കും. ഇനി ഒരുപാട് ദൂരോട്ടേക്ക് വെക്കുക. ഇവിടെ വെച്ചാലോ ബാക്ക് സൈഡിൽ? വലിയൊരു മരം വളർന്നു. ഇവിടേക്കൊന്നും പോകുന്നില്ല. കുറച്ചും കൂടി ബാമ്പ് പോകുന്നില്ല ചെയ്താലോ? ഇനി ബാക്കി മൈൻഡ് ചെയ്യാം. പക്ഷേ വൈൻ ബോൺ മേൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ അടുപ്പിച്ച് കുറേ ജസ്റ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ജംഗിൾ ബയോമിലാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചെസ്റ്റ് കിട്ടിയത്. ആരാപ്പം അത്? ഞാൻ ആലോചിക്കുന്നു, ഇതുവരെയായിട്ട് വന്നിട്ടല്ലോ. എനിക്ക് നമ്മളെ ഏന കൊണ്ട് തന്നെ കൊല്ലാം. ഏരെല്ലാം തീരും. ഞാൻ ആലോചിക്കുന്നു, ഇത്രയും നേരം ഈ സ്കൈ ബ്ലോക്ക് കളിച്ചിട്ട് ഇതുവരെ ഒരു ക്രീപ്പറെ കണ്ടിരിക്കുകയോ? ക്രീപ്പർ സഫലമായി. ഞാൻ ഇപ്പം ഇതിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് ക്രീപ്പർ പൊട്ടിയില്ല. ഇത് കണക്കെ ഇങ്ങനെ ജസ്റ്റ് സ്കെലിട്ടൺ സ്കെലിട്ടൺ സ്പോൺ എഗ്ഗും പിന്നെ സ്പോണറും ഞാൻ പറഞ്ഞിട്ട് ഗൈസ് ഇങ്ങനെ കിട്ടുന്നു.
ഇതൊരു പ്രത്യേക ടെസ്റ്റിൽ ഈ ടെസ്റ്റിന് ഇതൊരിക്കലും കളയാൻ പാടില്ല. റെയറാണ്. നമുക്ക് ഉടനെ തന്നെ ഒരു സ്കെലിട്ടൺ ഫാം ഉണ്ടാക്കണം. ക്യാരോ ഇതിൻ്റെ അകത്തേക്ക് വെക്കാം. ഒരുപാട് ലൂട്ട് കിട്ടി ഈ ഒരു ഭയമാണ്. ഒരു പാരറ്റൊന്നും ഇവിടെ സ്പോണാകുന്നൊന്നുമില്ല. പാരറ്റെല്ലാം ജംഗിളിലില്ല. എനിക്ക് ഇതൊന്നും സ്പോണാകുന്നില്ല. അധികം മൂക്കൊന്നും സ്പോണാകുന്നില്ല. ഈ ജംഗിൾ ആദ്യമായിട്ട് സ്പോൺ ചെയ്ത് ക്രീപ്പർ മാത്രമില്ല അറ്റാക്കിൻ്റെ മോഡ്. നെതറിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ബ്ലേസൊക്കെ സ്പോണായി ഞാൻ നാക്കും. ഈ സ്ഥലമല്ലേ ഈ റൂം വുഡ് കൊണ്ട് കെട്ടിയാൽ ബ്ലേസ് സ്പോണായി പോയി. വുഡിൻ്റെ റൂം മുഴുവൻ നിന്ന് കത്തും. അതുകൊണ്ട് വുഡ് കൊണ്ട് ബിൽഡിംഗ് എല്ലാം ഉണ്ടെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ കുറേ ദൂരത്തേക്ക് കെട്ടുക. ഡയമണ്ട് കിട്ടി. നമുക്ക് ആദ്യമായിട്ട് ഒരു മുഴുവൻ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു മുഴുവൻ ഡയമണ്ട്. അങ്ങനെ ആദ്യത്തെ ഡയമണ്ട് കിട്ടി. ഈ കോബിൾ സ്റ്റോൺ കൊണ്ട് നമ്മൾ ബേസിൻ്റെ ഒരു സ്ഥലം ഫുള്ളാക്കിയാലോ? എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. ചെസ്റ്റിലെല്ലാം ഉണ്ടോ? എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ സീഡിന്ന് പണ്ട് വീണത് ഓർമ്മയുണ്ടോ? നമുക്ക് ഇനി ബാക്കി മേടിക്കും. എൻ്റെ പിക്കാസ് തീരാനേ. വേര് കുറച്ച് ബ്ലോക്കും കൂടെ പൊട്ടും. ഇതൊക്കെ എടുത്ത് സ്റ്റിക്കാനൊക്കെ സ്പോണായി. ഞാൻ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ എന്തെല്ലാം സ്പോണായി. ഞാൻ എനിക്കും കൂടെ അങ്ങോട്ട് പോയി നോക്കട്ടെ. ജസ്റ്റ് വേറെ എന്തെങ്കിലും സ്പോണായോ? ചിക്കൻ മാത്രമേ സ്പോണായുള്ളൂ. ഇതൊക്കെ ചെസ്റ്റിലേക്ക് വെക്കാം. ഇത് മാത്രം കുറച്ച് ആ നടുഭാഗത്തായിട്ട് തന്നെ നിൽക്കട്ടെ. അതിന് ചുറ്റും ഞാൻ വേറെ ഒന്നും വെക്കുന്നില്ല. നമുക്ക് അയൺ പിക്കാക്സ് ഉണ്ടാക്കണം. ഇതുവരെയായിട്ട് നമ്മൾ അയൺ ആർമർ ഉണ്ടാക്കിയില്ല. അയൺ ആർമറിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ സ്ഥലത്ത്. അതുകൊണ്ടാണ്
അവസാനം ഡ്രാഗൺ കൊല്ലാവുന്ന സമയത്ത് അയണാർമറിൽ തന്നെ ഡ്രാഗനെ കൊല്ലേണ്ടി വരും തോന്നുന്നു. ഡയമണ്ടൊക്കെ കിട്ടിയ ഡയമണ്ട് ആർമറിൽ പോകാം. നെതറേറ്റ് ആർമറാവുന്ന ഒരു പ്രതീക്ഷയും വേണ്ട. നെതറിന് ആൻഷ്യൻ ഡെബ്രിയൊക്കെ ഇത് കണക്കെ സ്പോണാവുമോ? അത് നമുക്കൊരു നാളിനെങ്ങനെയെങ്കിലും ആയാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗന് ഏതെങ്കിലും ഒരു ആർമറിൽ നമുക്ക് നെതറേറ്റ് ആക്കാം. ഏതെങ്കിലും ആർമർ പീസ് ചെസ്റ്റ് പ്ലേറ്റോ ലെഗിൻസോ അതിൽ ഏതെങ്കിലും ഒന്നാക്കാം. ചെസ്റ്റ് പ്ലേറ്റ് ആക്കിയാൽ നല്ലതെന്ന് തോന്നുന്നു. ഡയമണ്ട് ആർമർ ഇട്ട് പോയാൽ ഡ്രാഗൺ നമ്മൾ അടിച്ച് പുറപ്പിക്കും. എൻ്റെ നോർമലാണെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എനിക്കറിയില്ല. നാളെ നമുക്ക് സ്കെലിട്ടൺ ഫാം ഉണ്ടാക്കിയാലോ? ആക്കിയാലോ? ഇല്ല, ഒന്നെങ്കിൽ ഞാൻ ഓഫ് ക്യാമറയിൽ ഉണ്ടാക്കും. മിക്കറിഞ്ഞാൽ ഓഫ് ക്യാമറയിൽ ഉണ്ടാക്കാനാണ് ചാൻസ്. സ്പോണർ സൂക്ഷിച്ച് വെക്കണം, വെച്ചതൊന്ന് മാറിയാൽ എല്ലാം തീരും. പിന്നെ സ്പോണായി ഒന്ന് നിലത്തൊന്ന് കൊണ്ടിങ്ങനെ ടച്ച് ചെയ്ത അവിടെ സ്കെലിട്ടൺ സ്പോണോ, പിന്നെ എല്ലാം പോയി. എൻ്റെ സാധനം നൈറ്റ് ഉറങ്ങാം. ഇവിടെ സോംബി സ്പൈഡർ സ്പോണായി. സ്പൈഡർ രാവിലെ അടിക്കില്ല. കടന്നു. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കടക്കാൻ ഭയങ്കര പണി. ഇനി ബാക്കി പിഗ് ഫോണായി. ഇതെല്ലാം ജീവിച്ചിട്ട് ഈ സ്ഥലത്ത് ഒരാളും എനിക്ക് എന്തായാലും ഉണ്ടാവും. ഒരു ജീവി പോലും ഇല്ലാണ്ട് ഇങ്ങനെ. ഇതൊന്ന് വില്ലേജറൊക്കെ വരുമോ? 2 വില്ലേജറാകുന്ന ഒരു ബ്രീഡർ സെറ്റ് ചെയ്യാം, പിന്നെ ഒരു ട്രേഡിങ്. അതൊന്നും ചിലവ് വേണ്ടി വരെന്ത് വേഗം സീരിയസ്. ഫുൾ ടൂൾസ് ഉണ്ട്. സോഡ് ഉണ്ട്, സോഡ് ആക്സ് ഉണ്ട്, ക്രോസ് ബോ ഉണ്ട്, ബോ ഉണ്ട്, ബ്രേക്കിംഗ് 3 ഉണ്ട്, ഷിയർ ഉണ്ട്, ഷീൽഡ് ഉണ്ട്. ഇതെന്ത് കൈസ് ഇങ്ങനത്തെ ജസ്റ്റ് ഫുൾ ടൂൾസ് കൈസ്. മെയ്സ് ഇത് 1.80 ആണ്. ഇതിൽ മെയ്സ് ഇല്ല. മെയ്സ് ഉണ്ടെങ്കിലല്ല ആലോചിച്ചോക്കെ. 1.80 ചെറുങ്ങനെ ചുമ. ക്രോസ് ബോ എല്ലാം ഉണ്ടല്ലോ. ഒരു ബോ കൈ പിടിച്ചെടുക്കുക, ആവശ്യം വരാണ്ടിരിക്കില്ല. അൺബ്രേക്കിംഗ് 3 ഉണ്ട്. ഷീൽഡ് നമ്മളെ കയ്യിലില്ലേ? ഉണ്ട്. ഒരു സ്റ്റാക്ക് ഏരവും കയ്യിലെടുത്ത് വെച്ചിരിക്കുക. കുറച്ച് നേരം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വീക്ക്നെസ്.
പിന്നെയും ചെസ്റ്റ് അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് ചെസ്റ്റ് ആയല്ലോ. ഇത് നമുക്ക് ചെസ്റ്റിലേക്ക് ആ ചെസ്റ്റ് സാധനങ്ങൾ ഈ ചെസ്റ്റിലേക്ക് പെട്ടാം. ഞാൻ ഈ വേൾഡിൽ നിന്ന് അധികം ഫുഡൊന്നും കഴിക്കില്ല. എൻ്റെ ഹങ്കർ അധികം കുറയലില്ല. ഈ വേൾഡിന് ഫസ്റ്റ് കിട്ടിയ 51 ബ്രെഡ് ഞാനിപ്പോൾ 2 ബ്രെഡ് തിന്നു. ഭയം അടുത്ത ഭയം സ്റ്റാർട്ടായി. ഈ സാധനങ്ങളൊക്കെ കൊണ്ട് വേഗം പെട്ടിയിൽ വെക്കാം. അഞ്ച് സെക്കൻഡ്. ഇത് ഇത് ഓഷ്യനായിരിക്കും. ഓഷ്യൻ വെള്ളമൊക്കെ സ്പോണാവോ? ഡയമണ്ട്. അങ്ങനെ നമുക്ക് 2 ഡയമണ്ട് കിട്ടി. ഇനി ഒന്നും കൂടെ കിട്ടിയാൽ നമുക്കൊരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം. വെള്ളം ഇത്ര വരെ വരുന്നുള്ളൂ. പഞ്ചെടുത്ത് ഇട്ടേക്കാണ്. ഇതിപ്പോൾ വെറ്റഡ് സ്പഞ്ചായി. പിന്നെ സാധാ സ്പഞ്ചാണ്. ഇത് നമുക്കൊരു ബ്ലോക്ക് മാറ്റി ഇവിടെ സ്പഞ്ച് വെച്ചാലോ? സ്പഞ്ചല്ല, സ്പോഞ്ച്. ഞാൻ എൻ്റെ പല്ല് കാണുമ്പോൾ പേടിച്ചത് ഇതൊക്കെ അടിക്കാൻ വരുന്നത്. ഇതൊക്കെ ഇത് മോൺസ്റ്റർ പോലില്ലേ? കെട്ടാം. നമുക്ക് ഇതും കത്തിക്കാൻ നോക്കാം. ഗോൾഡൻ ബ്ലോക്ക്. ഗാർഡിയൻ. ഷീൽഡ് പിടിച്ച ഗാർഡിയൻ. ഷീൽഡ് ഗാർഡിയനിൽ വർക്കാവോ? ഗാർഡിയൻ ത്രോൺ ഗാർഡിയൻ പുറത്തിടണം. ഷീൽഡ് ചെറിയൊരു തോതിലോ സ്കിയാനില്ല. ഇഷ്ടപ്പെട്ടു. ഈ സ്ഥലത്ത് ഒരുപാട് പേടിക്കണം. ഇലക്ട്രിക് ഗാർഡിയനൊക്കെ പോകണമെന്ന് തോന്നുന്നു. ഫിഷാണ്. ഒരു മൂമി തോണായിട്ടുണ്ട് ഇവിടെ. ഉള്ളിക്കളിക്കാൻ അതിലെപ്പം കുറേ ബ്ലോക്ക് കൊണ്ട് കിടക്കണമല്ലേ? ഇതിനെ പ്ലേസ് ചെയ്യാം. തന്നെ പ്ലേസ് ചെയ്തേക്കാം. ഈ ഷെല്ലുണ്ടല്ലോ, ഞാൻ എന്താക്കാൻ ഗൈസ്? വെറുതെ കുറേ ഷെല്ല് കിട്ടി. ഇരിക്കട്ടെ. വലിയ പുഴയോ കടലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെല്ല് ഉപകാരമാവും. ഞാൻ വിചാരിച്ച എൽഡർ ഗാർഡിയാണ്. ഈ ആമയെ കൊല്ലണോ? ഇതിനെ പുറത്തേക്ക് ഭയങ്കര പണിയാവല്ല. അടി കൊണ്ടില്ല. തലക്ക് അതിൻ്റെ ഹിപ്പ് ബോക്സ് ഇല്ല തോന്നുന്നു. എൻ്റെ ബോഡിക്ക്
പാവൻ ജീവനെ ഇപ്പൊ കൊന്നു. ഇനി ഇത് പൊളിച്ച് കീക്കണ്ട, അത് കഴിയില്ല. ഈ വള്ളത്തിന് ദ്രോഹമാവില്ല. പ്ലാൻ മിക്കവാറും മറ്റേ ഷിപ്പിലായിരിക്കും. ഷിപ്രൊക്കെ ഇല്ലാത്തില്ല. അമ്മേ ഇപ്പൊ ചാവ്. നമ്മുടെ ഡിസ്പെൻസർ ഉണ്ട്. ഒരു ബട്ടൺ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ നമുക്ക് മൈനഫെറ്റിക്കും കിട്ടിയതിന് മാറണമെങ്കിൽ ഇനി ഒരു കൊല്ലം എടുക്കുമല്ലോ. ചേടാ ഒരു പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. ഈ ബട്ടൺ സേഫ്റ്റി ബട്ടണായി ബാക്കിൽ വെച്ചിരിക്കാം. കൊള്ളണേ, പക്ഷെ ഒന്നും കൊള്ളുന്നില്ല. ഇനി ബോണ്ട് കണ്ണിലൂടെ റൂം ഉണ്ടാക്കിയത് എന്തോ ഭാഗ്യം. ഈ ഗാഡിയുടെ ത്രോൺസാണ് ഏറ്റവും പ്രശ്നം. ഞാനിങ്ങനെ ഒരു 10,000 ഇട്ട് ഇത് കണക്കാണ്. ഈ ഏരോസ് എന്ത് സൈഡിലോട്ട് കിടക്കുന്നത്? ഗാഡിന് ഏരോസ് ഒന്നും വർക്കാവൂലേ? ചുമ അല്ല, സോറി, തുമ്മൽ. അപ്പോൾ ഗാർഡിയൻസ് ആണ് നമ്മൾ ഈ ഗൈസ് മൈനഫെറ്റിക്. പശുമ്പ് സ്പോണാവുന്നവരെ കാത്തിക്കണം. ഞാൻ ഉണ്ടാക്കാനോ ഇതൊക്കെ ഇവിടെ വെക്കാം. ഇന്ന് ഞാൻ ഈ സ്ഥലത്ത് ആ സാധനം അവിടെ നടുവ് നിൽക്കട്ടെ. ഇൻവെൻട്രി കളയാൻ നോക്കില്ല. മൈനഫെറ്റിക് മൈനഫെറ്റിക്കിന് ഇന്നൊന്നും മാറുന്നൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ടാറ്റ ബൈ ബൈ.